അമ്മ പോയി വേഗം റെഡി ആയിട്ട് വരാം, എന്നിട്ട് നമുക്ക് പോവാം. അപ്പൊ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പെടലിക്ക് വേദനയൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ അന്വേഷണങ്ങൾക്കും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വ്ളോഗ് നമുക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വ്ളോഗാണ്. നമ്മൾ കുറേ നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ. പിന്നെ ഓണമൊക്കെ ഇങ്ങനെ എത്താറായി, എല്ലാവരും ഓണത്തിരക്കിലായിരിക്കും എന്ന് എനിക്കറിയാം. എന്നാൽ പോലും സമയം പോലെ നിങ്ങൾ വീഡിയോ ഒക്കെ കാണുക. അപ്പോൾ ഇന്ന് അവധി ദിവസമാണ്, അതുകൊണ്ട് തന്നെ പാത്തും ദിനും ഇതുവരെ എണീറ്റിട്ടില്ല. ഇനി എണീറ്റിട്ട് റെഡി ആയിട്ട് നമുക്ക് പോകാനുള്ളതാണ്. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുളിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ അവർ എണീക്കുമ്പോഴത്തേക്ക് എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കട്ടൻ ചായയൊക്കെ ഇട്ട് വെച്ചു. അങ്ങനെ പാത്തൂസ് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പാത്തു എൻ്റെ കയ്യിൽ നോക്കിയിട്ട് അമ്മ നെയിൽ പോളിഷ് ഇട്ടോ, എനിക്കും കൂടി ഇട്ട് തരാനൊക്കെ അവൾ പറയുകയാണ് കേട്ടോ. അപ്പോൾ അവൾ നല്ല ഹാപ്പിയാണ് രാവിലെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അവിടേക്ക് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആൾ വഴക്കൊന്നും ഉണ്ടാക്കാതെ രാവിലെ എണീറ്റ് വന്നു കേട്ടോ. ദിയയുടെ വീട് കാണണ്ടേ? എന്താ കാണിച്ചായിരുന്നേ? ഓ, അതെന്താ അത്? ഗിഫ്റ്റാണോ? ആർക്ക്? അഞ്ജനയ്ക്കോ? അഞ്ജന ആന്റിക്ക് ഇത് ഗിഫ്റ്റാ. ഇത് ആമസോണിൽ നിന്ന് നമ്മൾ ഗിഫ്റ്റ് വാങ്ങിയതാട്ടോ. അപ്പോൾ അവർ ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പാത്തുവിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ഇനി അമ്മ പോയി വേഗം റെഡി ആയിട്ട് വരാം, എന്നിട്ട് നമുക്ക് പോവാം. എന്നിട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പിന്നെ വിശക്കത്തില്ലേ മോന്? ഇതാരാ ഈ ഇല എടുത്തത്? ഈ ഇല പറിച്ചതാരാ? അപ്പോൾ ഇന്നത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാകാൻ പോവാണ്. അതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. CureSkin എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര്. ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് ഞാൻ പറയാം. അതിന് മുന്നേ തന്നെ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യമായിരുന്നു, ഞാൻ എന്ത് തരം സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന്. ഈ അടുത്തായിട്ട് എൻ്റെ ഫേസിൽ നല്ലപോലെ ഡാർക്ക് സ്പോട്ട്, ടാന്, പിമ്പിൾസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് അറിഞ്ഞത്. ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമുക്ക് എന്തെങ്കിലും സ്കിൻ കെയർ പ്രോബ്ലംസ് വരുവാണെങ്കിൽ നമ്മൾ ഡെർമറ്റോളജിസ്റ്റിനെ പോയി കൺസൾട്ട് ചെയ്യാറാണല്ലോ പതിവ്. പക്ഷെ ഇത് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഡോക്ടറുമായിട്ട് സംസാരിച്ച് അതിനുള്ള പരിഹാരം കണ്ടെത്താനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഈ CureSkin എന്ന് പറയുന്ന ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും അവൈലബിൾ ആണ്. നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ ഫേസിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറയും. സൈഡ് ഫേസും അതുപോലെ തന്നെ ഫ്രണ്ട് ഫേസും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടിയിട്ട് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡെർമറ്റോളജിസ്റ്റിനെ അവർ അസൈൻ ചെയ്യും. ആ ഡോക്ടർക്ക് നമ്മുടെ ഫേസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫേസിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറയുന്നത്. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഡോക്ടറുമായിട്ട് സംസാരിക്കാം. അപ്പോൾ ഡോക്ടർ എടുത്ത് നമ്മുടെ പ്രോബ്ലംസ് നമുക്ക് പറയാം. ഡോക്ടർ അനലൈസ് ചെയ്ത പ്രോബ്ലംസ് നമ്മളോടും ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ യൂസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്ത് കുറച്ച് പ്രൊഡക്ട്സ് അവർ നമുക്ക് സെൻഡ് ചെയ്ത് തരും. അങ്ങനെ എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്ന പ്രൊഡക്ട്സ് ആണ് CureSkinന്റെ ഈ ഒരു പാക്ക്. ഇത് നല്ല പാക്കേജിങ്ങിലാണ് കേട്ടോ വരുന്നത്. അപ്പം ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് 5 പ്രൊഡക്ട്സ് ആണ് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം കേട്ടോ. ഫസ്റ്റ് വന്നിട്ട് ഒരു ഫേസ് വാഷ് ആണ്, ക്ലെൻസിങ് ജെല്ല്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് രാവിലെയും വൈകിട്ടുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ CureSkinന്റെ SPF 50 സൺസ്ക്രീൻ ജെല്ലാണ്. പിന്നെ വരുന്നത് അസിഡൈം 50% ജെല്ല്. ഇത് നമ്മളുടെ ഡാർക്ക് സ്പോട്ട് ഒക്കെ ഉള്ള ആ ഒരു ഏരിയയിൽ മാത്രം അപ്ലൈ ചെയ്യാനാണ് കേട്ടോ. പിന്നെ വരുന്നത് കറക്റ്റർ എമുൽജെൽ ആണ്, ഇതാണത്. പിന്നെ മോയ്സ്ചറൈസിങ് ക്രീം. അപ്പോൾ ഈ മോയ്സ്ചറൈസിങ് ക്രീം ഞാൻ രാവിലെ വൈകിട്ടും ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ എനിക്ക്
എന്താ പറയുക ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്ട്സിന്റെ ഒന്നും ഡീറ്റെയിൽസ് ഞാൻ പറയാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഇതെല്ലാം എനിക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്ത് അവർ അയച്ചു തന്ന പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ഓരോരുത്തരുടെയും സ്കിൻ പ്രോബ്ലംസ് വേറെ വേറെ ആയിരിക്കും, അതനുസരിച്ചിട്ട് നമ്മുടെ പ്രോഡക്ട്സ് മാറും. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്ട്സ് ഒക്കെ ഏത് സമയത്ത് എങ്ങനെ എത്ര ക്വാണ്ടിറ്റി യൂസ് ചെയ്യണം എന്നൊക്കെയുള്ള ഡയറക്ഷൻസ് അവർ തരുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ടൈമിലും ഈ ഒരു ഡോക്ടറുമായിട്ട് ചാറ്റ് ചെയ്ത് അത് ക്ലിയർ ചെയ്യാനും പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഈ പ്രൊഡക്ട്സ് വാങ്ങാനും ഡോക്ടറുമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ പ്രോബ്ലംസ് അനലൈസ് ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സൈറ്റിൽ കയറി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതുകൂടാതെ തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് സ്പെഷ്യൽ ഒരു കൂപ്പൺ കോഡും കൂടിയുണ്ട്. അപ്പോൾ കൂപ്പൺ കോഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾ നോക്കിക്കോളൂ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും വാങ്ങാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങി ട്രൈ ചെയ്തോളുക. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു സൺസ്ക്രീനും അതുപോലെ തന്നെ മോയ്സ്ചറൈസറും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് വേഗം പോയി ഒന്ന് റെഡി ആവട്ടെ കേട്ടോ. അപ്പോൾ പാത്തൂസിനെ റെഡിയാക്കി നിർത്തിയതിന് ശേഷം ഇനിയിപ്പോൾ ഞാനും കൂടെ ഒന്ന് റെഡിയാകാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ ഞാൻ മോയ്സ്ചറൈസർ, നമ്മുടെ CureSkinൻ്റെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതിപ്പം ഏത് മോയ്സ്ചറൈസർ ആണെങ്കിലും ഏത് ക്രീം ആണെങ്കിലും നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മോയ്സ്ചറൈസർ ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ സാധാരണയായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്ത് ഡ്രസ്സൊക്കെ മാറി ഒന്ന് റെഡി ആവണം. അപ്പൊ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങാണ്. ഗിഫ്റ്റ് ഒക്കെ എടുത്തു, പാത്തു പോവാ. ലേറ്റ് ആയി, ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. എളുപ്പം പോവാം. അപ്പോൾ അങ്ങനെ നമ്മൾ 3 പേരും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ 8 മണിക്ക് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞതാ, പക്ഷേ 2 പേരും ദിനവും 10 എണീറ്റ് വന്നത് 9:30 ആയപ്പോഴാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട, നമുക്ക് പോകുന്ന വഴിക്ക് രാവിലെ കഴിച്ചിട്ട് പോകാമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല. പക്ഷേ ഇത്ര ലേറ്റ് ആകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയേനെ. എന്തായാലും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ദൂരം നമുക്ക് യാത്രയുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മുടെ അടുത്ത് തന്നെ ഒരു മലയാളി ഹോട്ടൽ, ഒരു ഏതൻ എന്ന് പറഞ്ഞിട്ടൊരു മലയാളി ഹോട്ടലിലാണ് കയറിയത് കഴിക്കാനായിട്ട് കേട്ടോ. ഈ പാത്തു ആണെങ്കിൽ ഒട്ടും സമ്മതിക്കില്ലായിരുന്നു കഴിക്കാൻ കയറേണ്ട, നമുക്ക് നേരെ പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് വഴക്കായിരുന്നു. അത്രയും കൂടെ ലേറ്റ് ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും നമ്മൾ കഴിക്കാനായിട്ടിരുന്നു. അങ്ങനെ നമ്മൾ അപ്പവും ഗ്രീൻ പീസ് കറിയും അതുപോലെ ഇറച്ചിക്കറിയും പൊറോട്ടയും കൂടെയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ചായയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊറോട്ടയും ഇറച്ചിക്കറിയും ഗ്രീൻ പീസ് കറിയും കുഴപ്പമില്ലായിരുന്നു. അപ്പം പക്ഷേ അത്ര നന്നായിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം പുളിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവൾ അപ്പം മതിയെന്നും പറഞ്ഞിട്ട് പാത്തു അപ്പമാണ് കഴിക്കുന്നത്. ആദ്യം പറഞ്ഞ് എനിക്കൊന്നും വേണ്ടാന്ന്. ഫുഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്ര സമയം ആയതുകൊണ്ട് തന്നെ അവൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ അപ്പവും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിച്ചിട്ട് പിന്നെ ഇറങ്ങി. ഇനിയിപ്പം നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്കാണ്. അത് എങ്ങോട്ടാണെന്ന് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സർജാപൂരിലേക്കാണ് കേട്ടോ. സർജാപൂർ ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സായ ദീപക്കിൻ്റെയും അഞ്ജനയുടെയും ദീപക്കിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഫാമിലിയുടെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യാണ്, പണി തീരുമ്പോഴത്തേക്കും എത്രയും പെട്ടെന്ന് നടത്താമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കുറച്ച് ഇങ്ങനെ ഡിലേ ആയി വന്ന് അവസാനം ആ ഒരു ദിവസം വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അവരുടെ വില്ലയുടെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ. അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും നല്ല ആളും തിരക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല, തിരക്കൊക്കെ കുറഞ്ഞിട്ടാട്ടെ എന്ന് വിചാരിച്ചു. 2 ദിവസം മുന്നേ ആയിരുന്നു സമയം നോക്കിച്ചിട്ട് പാല് കാച്ചിയത്. ഇതിപ്പോൾ ഫംഗ്ഷൻ പോലെ വെച്ചതാണ്. അപ്പോൾ ഇത് പാത്തുവിൻ്റെ ക്ലോസ് ഫ്രണ്ടായ ദിയാണ്, ദീപക്കിൻ്റെയും അഞ്ജനയുടെയും മോള്. അപ്പം ഇവരുമായിട്ടുള്ള 1-2 വീഡിയോസ് ഇതിന് മുന്നേ നമ്മുടെ ചാനലിലുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് പേർക്കൊക്കെ ദിയയും അറിയാമായിരിക്കും. അപ്പോൾ ദിയെ പാത്തും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം എല്ലാവരും പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് വില്ലയുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അവരുടെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം അവസാനം അങ്ങനെ വീട്ടിലേക്ക് കയറി താമസിച്ചിരിക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു പന്തലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നവരെല്ലാം ഫുഡ് കഴിച്ചിട്ട് പോയി. അവസാനമായിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അഞ്ജനയും ദീപക്കും, പിന്നെ ദിനുവുണ്ട്. പിന്നെ ഇത് ദീപക്കിൻ്റെ കസിൻ ബ്രദറാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മാത്രമേ ഇനി കഴിക്കാനായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് പോയായിരുന്നു. വെജിറ്റേറിയൻകാർക്ക് സെപ്പറേറ്റ് ഫുഡും നോൺ വെജുകാർക്ക് സെപ്പറേറ്റും ആയിരുന്നു. അപ്പം ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ചിക്കൻ ബിരിയാണിയാണ് കഴിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ കഴിക്കുമ്പോഴത്തേക്കും. അപ്പോഴത്തേക്കും എല്ലാവരും ടയേർഡായിരുന്നു. പ്രത്യേകിച്ച് അഞ്ജനയും ദീപക്കും ഒക്കെ കുറേ ദിവസം കൊണ്ട് ഇതിൻ്റെ പുറകെ ഇങ്ങനെ ഓടി നടക്കുന്നത് കൊണ്ട് തന്നെ അവർ ശരിക്കും ടയേർഡായിരുന്നു.
അങ്ങനെ തന്നെ നമ്മളെല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഹൗസ് വാമിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിളിച്ചവരൊക്കെ ഓരോ സമയത്തായിരിക്കും വരുന്നത്. അപ്പോൾ അവരെ സ്വീകരിക്കുകയും അവരോട് സംസാരിക്കുകയൊക്കെ വേണം. അങ്ങനെ അവർ അങ്ങനെ ബിസി ആയി പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഫുള്ളായിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്നേ ഉള്ളൂ. കാരണം കുറച്ച് പണികളും കൂടെ ബാക്കിയുണ്ട്. അതുപോലെ തന്നെ ഫർണിച്ചറുകളാണെങ്കിലും എല്ലാം ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഹോം ടൂറൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ ദീപക്കിൻ്റെ ചാച്ചൻ. അപ്പോൾ ചാച്ചനും ക്ഷീണിച്ച് ഒരു സൈഡിലേക്ക് കിടന്നതാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടതാണ് ലിവിങ് ഏരിയ. ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയയും സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ ഇൻറ്റീരിയറൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല എഫേർട്ട് എടുത്ത് ചെയ്തതാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അഞ്ജനയ്ക്കും ദീപക്കിനും ഇങ്ങനെ ഷോ പീസുകളൊക്കെ വാങ്ങി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവർ കളക്ട് ചെയ്ത് ഒരുപാട് സാധനങ്ങൾ ഇനി വീട്ടിലേക്ക് വരാനായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫ്ലവറൊക്കെ ഐക്കേന്ന് വാങ്ങിയതാണ്. അതുപോലെ ഈ ഒരു നൈഫും സ്പൂണും ഒക്കെ അഞ്ജന പുറത്തുനിന്ന് വരുത്തിച്ചതാണ്. അപ്പോൾ ഇത് അഞ്ജന. പിന്നെയുള്ളത് മമ്മിയാണ് കേട്ടോ, ദീപക്കിൻ്റെ മമ്മിയാണ്. അപ്പോൾ മമ്മി ഇങ്ങനെ ചായയൊക്കെ ഇടുകയാണ് കേട്ടോ, എല്ലാവർക്കും ചായ കൊടുക്കാമെന്നും പറഞ്ഞിട്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ, കിച്ചണാണ്. അതുപോലെ തന്നെ കിച്ചണിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഓവനും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഫ്രിഡ്ജും വെച്ചിട്ടുണ്ട്. അപ്പം ഒതുങ്ങിയൊരു അടുക്കളയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് സ്പേഷ്യസ് അല്ല, ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു അടുക്കളയാണ്. അത് മാത്രമല്ല കബോർഡുകളാണെങ്കിലും മുകളിലൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ ഒരു സിങ്ക് ഉണ്ട്. ഇനി പുറത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു യൂട്ടിലിറ്റി ഏരിയ പോലെ തന്നെയാണ്. അതിനോട് കൂടി ഒരു വാഷ് ബേസിനും അതുപോലെ തന്നെ നമുക്ക് അവിടെയും സ്റ്റൗ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു പോർഷനും ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് വെളിയിൽ ഉപയോഗിക്കാനും പറ്റും. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ലിവിങ് ഏരിയയിൽ TV വെച്ചിട്ടില്ല എന്നുള്ളത്. അത് അവർ പ്ലാൻ ചെയ്ത് വെക്കാതിരുന്നതാണ്. കാരണം വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ട് TV ഒരു തടസ്സമാകരുതെന്ന് അവർ ചിന്തിച്ചിട്ടാണ് TV ഇവിടെ വെക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ താഴെ ഒരു ഒറ്റ ബെഡ്റൂം മാത്രമേ ഉള്ളൂ. ഇത് ചാച്ചൻ്റെയും മമ്മിയുടെയും ബെഡ്റൂമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. കോമൺ ബാത്റൂം ഇതിലേക്ക് കയറി വരുന്ന എൻട്രൻസിൻ്റെ അവിടെ തന്നെയായിട്ട് ഒരു കോമൺ ബാത്റൂമും ഉണ്ട്. ഇതാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം. അപ്പം ചാച്ചനും മമ്മിക്കും സ്റ്റെപ്പ് കയറാതെ താഴെ തന്നെ കിടന്നുറങ്ങാം. വേണമെന്നുണ്ടെങ്കിൽ TV കാണാനായിട്ട് മേളിലേക്ക് വരാം. അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മളിനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ TV വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് TV സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു സോഫയും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. പിന്നെ ഒരു ഓഫീസ് ഏരിയ ഉണ്ട്. ഇവിടെ തന്നെയാണ് കേട്ടോ മാസ്റ്റർ ബെഡ്റൂമും വരുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത വേറെ ഒന്നുമില്ല. എല്ലാ റൂമിലും എല്ലാവരും ഫുഡ് കഴിച്ചിട്ടൊക്കെ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നവർ. അപ്പം വെറുതെ അവരെ കൂടെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അകത്ത് കയറി കാണിക്കാത്തത്. പിന്നെ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിൽ എല്ലാ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. പിന്നെ ഒരു കോമൺ ബാത്റൂമും ഉണ്ട്. പിന്നെ മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു ബാൽക്കണിയും കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫ്ലോറിലെ കാഴ്ചകൾ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഫ്ലോറിലേക്ക് പോകാം. ഇത് വന്നിട്ട് 4 BHK പ്ലസ് ഒരു ഓഫീസ് റൂമും കൂടെ ഉള്ള ഒരു വില്ലയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വീഡിയോ കാണിക്കുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം സെറ്റ് ആക്കിയതിന് ശേഷം ഞാൻ ഒന്നുകൂടെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഇത് ഗസ്റ്റ് റൂമാണ് കേട്ടോ. ഏറ്റവും മേളിലാണ് ഗസ്റ്റ് റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിലും ആളുകളൊക്കെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അകത്തേക്ക് കയറി വീഡിയോ ഒന്നും എടുക്കുന്നില്ല. അവർ ഉറങ്ങുമ്പം നമ്മൾ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പം പുറത്തേക്ക് വരികയാണെങ്കിൽ ഇത് ടെറസാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടെറസിനെ ഒരു പാർട്ടി ഹോളൊക്കെ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഒരു പാർട്ടി സെറ്റപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട്, ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് അവരും ആലോചിച്ചിരിക്കുന്നത് കേട്ടോ. ബാർബിക്യൂവും അതുപോലെ തന്നെ ഗ്രില്ല് ചെയ്യാനും അങ്ങനെ എല്ലാ പരിപാടിക്കും പറ്റുന്ന ഒരു സ്ഥലമാണ്. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ഓപ്പൺ എയറിൽ ഇരുന്നിട്ട് നമുക്ക് പാർട്ടിയൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോഴത്തെ വ്യൂ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവരുടെ 4 BHK വില്ല എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മളവിടെ നിന്ന് ഇറങ്ങി. പത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. കരഞ്ഞിപ്പോൾ ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഒരു ലോലിപോപ്പ് ഇരുന്നൊക്കെ ഞാൻ കയ്യിലേക്ക് കൊടുത്ത് അതും പിടിച്ചുകൊണ്ട് ഉറങ്ങാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ ആൾ. ഇനിയിപ്പോൾ നാളെ സ്കൂളിൽ വിടേണ്ടതായതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി രാത്രിയാകാതെ ഇറങ്ങിയതാണ്. കാരണം ചെന്ന് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരുപാട് സമയമാകും. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ രാത്രിയായി കേട്ടോ നമ്മൾ വീട്ടിലെത്താനായിട്ട്. എന്തായാലും ഞങ്ങൾ കാത്തിരുന്ന് ആ ഒരു ദിവസം മംഗളകരമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അഞ്ജനയ്ക്ക്, ദീപക്കിനും, ചാച്ചനും മമ്മിക്കും ഒക്കെ എല്ലാവിധ ആശംസകളും ഐശ്വര്യങ്ങളും നന്മകളും ഒക്കെ നേർന്നുകൊള്ളുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. ഇന്നത്തെ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും
ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ വരുന്നത് നാട്ടിൽ നിന്നായിരിക്കും. ഓണം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളി വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഓണത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.